ശ്രുതി മരിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അറിയും. നമ്മൾ വിളിച്ചിട്ട് അല്ലെ ഡെയിലി പോയിട്ട് കാണുവോ ഇതൊക്കെ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അവരോടുള്ള ആ കൊച്ചിനോടും എല്ലാവരോടുള്ള സ്നേഹം നമുക്കുണ്ട്. അപ്പൊ ഇപ്പൊരു മാനസികാവസ്ഥ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നു. ഞങ്ങളങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആൾക്കാരാ. വയ്യാന്ന് പറഞ്ഞപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടി വിളിച്ച് നീ ധൈര്യമായിട്ടിരിക്കും, മരുന്നൊക്കെ കഴിക്കി, ബാക്കിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ. ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഒന്ന് വരുമോ ചേച്ചി, ഞാനും കൂടി വരുമോ, ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിച്ചു. വിളിച്ച് നമ്മുടെ കൂടപ്പുറപ്പും കൂടി ആകുമ്പോഴത്തേക്ക് ഇപ്പോഴും ശ്രുതി മരിച്ചായിട്ട് ഫീൽ ചെയ്യണില്ല. കാരണം അമ്മ സത്യം എനിക്ക് തോന്നണം, ശ്രുതി മരണപ്പെട്ടല്ല, നമ്മുടെ ഫ്രണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു നമുക്കറിയാം. ഇപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൻ ശ്രുതി മരിച്ചെന്ന് നമുക്ക് തോന്നാത്ത ഒരു മരണം ശ്രുതിയുടെ. അപ്പം ഞാൻ കോട്ടയത്ത് ഷൂട്ടിന് പോണു. എനിക്ക് ഇവിടെ ഷൂട്ട് കൂത്താട്ടുകുളം. അങ്ങോട്ട് ഞാൻ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാജോൻ ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞാ ഇന്ന പോലെ സംഭവം ഉണ്ട് ശ്രുതി, ഇന്ന പോലെ. ഞാൻ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പങ്ങിരുന്നു. സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് ശ്രുതി ചേട്ടനായിട്ട് അല്ലേ? ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ 5 വർഷം ഒന്നിച്ച് ഞങ്ങള് അതുപോലെ സലിമേട്ടന്റെ ഒക്കെ ആ റേഞ്ചിലേക്ക് വന്നെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. ശ്രുതി നമ്മുടെ കൂട്ടുകാരൻ, സലിമേട്ടൻ കൂട്ടുകാരനല്ല. നമുക്കത് വേറെ റേഞ്ചിൽ നിൽക്കണം. നമ്മളെപ്പോ കണ്ടാലും ആ ചേട്ടാ നമ്മൾ ഭരിക്കുകയല്ലേ ചെയ്യണം, നമ്മളവരെ നയിക്കുക ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബന്ധം അടിത്തറ ഉണ്ടാവുള്ളൂ. തീർച്ചയായും ഞാൻ ഭരിക്കാനാണെങ്കിൽ രശ്മി ചായ എടുക്കടി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ അത് ഭരണം. ഈ വാശിയും വൈരാഗ്യം കാണിക്കുമ്പോൾ ഇതിലുള്ള പ്രശ്നങ്ങൾ നടക്കണത്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. പറയാനേറെ ഉള്ളപ്പോൾ അറിയാനേറെയുമ്പം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് ഒത്തിരി ക്യാരക്ടേഴ്സിലൂടെ നമ്മളെ ഒത്തിരി ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ചിന്തിപ്പിച്ചിട്ടും സിനിമയിലൂടെ അഭിനയത്തിലൂടെ വന്ന് നമ്മുടെ സ്വന്തം ഷാജു ചേട്ടനാണ്. പാഷാണം ഷാജി, വെൽക്കം ടു ദ ഷോ. ചേട്ടാ, പേര് പറയുമ്പോ ഈ പാഷാണം ഷാജി എന്നുള്ളത്, പാഷാണം ശരിക്കും ഒരു വിഷമാണല്ലോ അല്ലെ? ചേട്ടൻ എപ്പോഴെങ്കിലും ആ പേര് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം എന്റെ പേരിന്റെ മുമ്പിൽ വേണ്ടാന്ന്? വിഷമായിട്ട് തോന്നുന്ന സാജു എന്നുള്ള പേരാണ്. അതെന്താ? അത് ചുമ്മാ തല്ലുകൊള്ളാൻ, ക്ലാസ്സിൽ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമുള്ള പേരാ. പാഷാണം ഷാജി എന്നുള്ള പേര് വന്ന പിന്നെയാണ് ജീവിതത്തിൽ നമുക്കൊരു നേട്ടമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഹാപ്പി ആവണം ആ പേര് വന്നപ്പോഴാണ്. ഈ വിഷം കൊണ്ട് രക്ഷപ്പെട്ടങ്ങനെ 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് വിഷം വെക്കണവരും പിന്നെ ഞാനും. അപ്പൊ അതുകൊണ്ട് പാഷാണം എന്നുള്ള പേര് എവിടെന്നാ ശരിക്കും? ഈ ഞാൻ ചെയ്തൊരു ക്യാരക്ടറാ ആണ്. പക്ഷെ എന്നാലും അതൊരു പേരായി ആദ്യം വിളിക്കുന്ന ഈ ക്യാരക്ടർ വന്നതിന് ശേഷം ഓഡിയൻസ് വിളിച്ചത് അങ്ങനെ ശീലമായതാണ്. ഓഡിയൻസ് വിളിച്ചത് അതെ. കാരണം സാധാരണ ഒരു സ്കിറ്റ് ഒരു പാർട്ട് അല്ലെ 2 പാർട്ടാണ് മാക്സിമം. ഇത് 7 പാർട്ട് ചെയ്തിട്ടുണ്ട്. പാഷാണം ഷാജി എന്നുള്ള ക്യാരക്ടർ വെച്ചിട്ട് 7 പാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്കിറ്റ് തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ പേര് വന്ന് പിന്നെ ആ സ്കിറ്റ് കളിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ പാഷാണം ഷാജി എല്ലാരും വിളിക്കണം. അങ്ങനെ ആയി ഇങ്ങനെ ആയി. ചേട്ടന്റെ ശരിക്കും പേര് TS ഷാജി അങ്ങനെയാണ്. സാജു PT പാപ്പനിക്കുന്നിൽ അങ്ങനെ ഒരു തങ്കപ്പൻ മകൻ. ഈ ഫീൽഡില് എനിക്കറിയാം ചേട്ടന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ഈ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു 10-25 വർഷത്തിൽ മോളിലായി ചേട്ടൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. അതില് നമ്മൾ സംസാരിക്കേണ്ട ഒരാൾ തന്നെയാണ് സലീമേട്ടനും നിങ്ങളും തമ്മിൽ ഒത്തിരി കോമ്പിനേഷൻ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മളിപ്പോ എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അത് നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ ചേട്ടന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ളതാണ് ശ്രുതി ചേട്ടൻ. അപ്പൊ നിങ്ങളെ ഒരു എന്താ പറയാ, നമുക്കതൊരു ന്യൂസാ. ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കലാകാരൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ, അതിലുപരി നിങ്ങൾക്കൊരു സഹോദരൻ പോലെ അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ വിയോഗം നമ്മൾക്ക് ചിലപ്പോ, ഇപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം ചേട്ടന് ചിലപ്പോ നാളെ ഒരു ഷോ ഉണ്ടാവും, ചിലപ്പോ ഇന്നായിരിക്കും അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ആ ഒരു ഇമോഷണലി ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ? ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം നടന്ന ദിവസം തന്നെയാണ് ശ്രുതി മരിക്കുന്നത്. ഇപ്പോഴും ശ്രുതി മരിച്ചായിട്ട് ഫീൽ ചെയ്യണില്ല. കാരണം അമ്മ സത്യം എനിക്ക് തോന്നണം, ശ്രുതി മരണപ്പെട്ടല്ല, നമ്മുടെ ഫ്രണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു നമുക്കറിയാം. ഇപ്പൊ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രുതി മരിച്ചെന്ന് നമുക്ക് തോന്നാത്ത ഒരു മരണം ശ്രുതിയുടെ.
അന്ന് എൻ്റെ വൈഫും ഞാനും കൂടി കുട്ടികളില്ലാത്തതിൻ്റെ ട്രീറ്റ്മെൻറ്റാ. അപ്പൊ IVF ചെയ്തിട്ട് ലാസ്റ്റാ. ഇനി ഉം. മുടക്കാൻ പൈസയൊന്നും ഇല്ല. വേണ്ട, നമുക്ക് ഇതോടെ നിർത്താം. ഉം. പിന്നെ അത് മാത്രമല്ല, കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണതാ. 10-23 വർഷമായിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഉള്ള ഹോർമോൺ മുഴുവനും ഇഞ്ചെക്ട് ചെയ്തിട്ട് എനിക്കും ഭയങ്കര വിഷമം. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് പിന്നെ ആരോഗ്യം ഉണ്ടാവില്ല ഇനി. ഉം. അപ്പൊ എനിക്ക് പ്രൈമറി വൈഫാ, ഉം. സെക്കൻഡറി കുഞ്ഞ്. ഉം. അപ്പൊ ഇങ്ങനെ ആ ഇത് ഞങ്ങൾ ചെയ്ത്, അപ്പൊ ഞാൻ കോട്ടയത്ത് ഷൂട്ടിന് പോണു ഞാൻ. എനിക്ക് ഇവിടെ ഷൂട്ട് കൂത്താട്ടുകുളം. അങ്ങോട്ട് ഞാൻ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാജോൻ ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞാ, ഇന്ന പോലെ സംഭവം ഉണ്ട് സുധി, ഇന്ന പോലെ. ഞാൻ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പങ്ങിരുന്നു. അപ്പൊ വൈഫ് 14 ദിവസം ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ വിശേഷം ആയാന്നറിയാൻ വേണ്ടി 14-ാമത്തെ ദിവസം ബ്ലഡ് എടുക്കാനായിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അവിടെ ഹോസ്പിറ്റലിൽ. ഓ, രണ്ട് സിറ്റുവേഷൻ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, എൻ്റെ അവരോട് പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരു കാരണവശാലും പറയരുത്, സുധി മരിച്ചാലും പറയരുതിട്ടാന്ന് പറഞ്ഞു. കാരണം സുധീനെ അത്ര ഇഷ്ടമാ. ഫാമിലി ആയിട്ടും അത്ര നിങ്ങള് വീട്ടിൽ തന്നെ ആയിരുന്നു. മനോരമ മത്സരിക്കുമ്പോഴൊക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു. വൈഫിന് മക്കളെന്ന് അവൻ വിളിക്കുള്ളൂ. മക്കളെന്ന് വിളിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അപ്പൊ ഇത് അറിയിക്കാതിരിക്കണമെന്ന് ഞാൻ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. പക്ഷെ ഇത് സുധി ഞാനില്ലെങ്കിലും വൈഫും രേണും കൊച്ചും ഒക്കെ ആയിട്ട് എൻ്റെ തറവാട്ടിൽ വരും, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോകും, കോട്ടയത്തോട്ട് പോണ വഴി. ഞാൻ വേണമെന്നില്ല അവിടെ, അങ്ങനെയൊക്കെ ബന്ധം. ഇത് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ അനിയൻ എടുത്തിട്ടത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടെസ്റ്റ് ചെയ്യാനിരിക്കണതിൻ്റെ വാതിക്കൽ ഇരിക്കുമ്പോൾ വാട്സപ്പിൽ ഇത് കണ്ട്. ഞാൻ എൻ്റെ കൂടെ എൻ്റെ പയ്യനുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാൽ ഒരു കാരണവശാലും അറിയിക്കരുതിട്ടാന്നാ പറഞ്ഞേക്കുന്നത്. ഇത് ഇരുന്നിട്ട് ഒറ്റ ചാരി ഇരിപ്പും കഴിഞ്ഞ് പിന്നെ റിസൾട്ട് നെഗറ്റീവ്. അന്ന് ഞങ്ങൾ ക്ലോസ് ചെയ്തതാ. ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ആ ഒരു ദിവസം ഭയങ്കര പ്രത്യേകത. ഞങ്ങളിത് ട്രീറ്റ്മെന്റ് വേണ്ടാന്ന് വെച്ച ദിവസം. പിന്നെ സുധിയുടെ മരണവും. ഇപ്പൊ രേണു വിളിച്ച് സംസാരിച്ചോളൂ. ഞങ്ങളങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആൾക്കാരാ. വയ്യാന്ന് പറഞ്ഞപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടി വിളിച്ച്, നീ ധൈര്യമായിട്ടിരിക്കും, മരുന്നൊക്കെ കഴിക്കി, ബാക്കിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഒന്ന് വരുമോ ചേച്ചി, ചേട്ടനും കൂടി വരുമോ, ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിച്ച് വിളിച്ച്. അപ്പൊ അങ്ങോട്ട് പോകണം. അത് ആ ബന്ധം നമ്മളെപ്പോഴും ഓടിച്ചാടി കാണണമെന്നില്ല. പക്ഷെ ഞാനെപ്പോഴും സുധി മരിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അറിയും. നമ്മൾ വിളിച്ചിട്ടല്ല ഡെയിലി പോയിട്ട് കാണുവോ, ഇതൊക്കെ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അവരോടുള്ള ആ കൊച്ചിനോടും എല്ലാവരോടുള്ള സ്നേഹം നമുക്കുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു മാനസികാവസ്ഥ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നു. അതിന്ന് റിക്കവർ ആവും. കാരണം അതെ അതെ അതെ, അതിനുള്ള ശക്തി കിട്ടും. ചേട്ടൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ രേണു ചേച്ചിക്കെതിരെ സുധിച്ചേട്ടൻ മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു എന്താ സൈബർ അറ്റാക്ക് എന്നല്ല അതിനെ പറയേണ്ടത്, ഒരാളെ എത്രത്തോളം ഹേർട്ട് ചെയ്യാൻ പറ്റും. ചേച്ചിക്ക് ഇപ്പൊ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞു, ഞാനൊരു ഇന്റർവ്യൂവിൽ ഞാനിത്, ഒരാളുടെ ജീവിതം തെരഞ്ഞെടുക്കുന്നത് അവരവരുടെ ഇഷ്ടമോ. അത് നമുക്ക് ഒരിക്കലും, അന്ന് ഞാൻ ഇങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെ കാണിച്ചതൊക്കെ എന്താ ശരിയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരാള് ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞാൽ വെള്ളയും എടുത്ത് ഒരു മൂലക്ക് ഇരിക്കാനാണോ നമ്മൾ? നമ്മുടെ സഹോദരിക്ക് സംഭവിക്കണമെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം സഹോദരിയെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ നോക്കും. ഇത് ഞാൻ അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ, ഇത് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ രേണുവിന്റെ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ, എനിക്ക് അതാ, എൻ്റെ ഒരു സഹോദരി ആണെങ്കിലും ഞാൻ ഇരുത്തൂല ഇങ്ങനെ. പിന്നെ അവരുടെ തീരുമാനങ്ങളാണ് അവരുടെ ശരി. നമുക്ക് നമ്മുടെ ശരി, നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ശരിയാ. പക്ഷെ അത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. അതെ അതെ അതെ. പക്ഷെ ഈ ഒരു സമൂഹം, എനിക്കതിന് നമ്മളെ ഉള്ളിൽ പോലും അവരങ്ങനെ ഇരിക്കരുത് എന്നുണ്ടെങ്കിലും അവര് വളർന്നു വരുന്നതിനെ അടിച്ചിരുത്താൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ ഈ അസുഖത്തിന്റെ കേസ് പറയുമ്പോ പോലും അതിനെ വരെ അത് ചേച്ചി ഓപ്പൺ ആയിട്ട് പറയുന്നതിന് മുന്നേ വരെ ആ ചേച്ചിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇതെല്ലാവരും ഇല്ല, ഇതിനകത്ത് കുറെ പേഷ്യൻസ് ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ മരിച്ചു, അച്ഛന് അറ്റാക്കായിട്ടാ മരിച്ചത്. അത് ശരിയായില്ല, പുള്ളി വണ്ടി ഇടിച്ചാൽ മരിക്കണ്ടേന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പേഷ്യൻസാ. അവരോട് നമ്മളും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പറഞ്ഞ് നന്നാക്കരുത്. അവരങ്ങനെ തന്നെ അന്യം നിന്ന് പോകണം. ബാക്കിയുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരം അറിഞ്ഞോ അവസ്ഥ അറിഞ്ഞോ ഒക്കെ സംസാരിക്കുന്നവരുണ്ട്. അവരൊക്കെ തിങ്ക് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഇത് കുറെ ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി ഇരിക്കണം. അവരെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. പിന്നെ തീരുമാനങ്ങൾ നമ്മളുടെ അല്ലേ. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കണം നമ്മളാണ്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞു മാറ്റാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ ചേച്ചിക്കാണെങ്കിലും ഇതൊന്ന് ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് എല്ലാ രീതിയിലും കിട്ടട്ടെ. നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും. അതെ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ. നല്ല എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അല്ല, പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞു മോനുണ്ട്, എല്ലാം ഉള്ള
അതെ. അതൊക്കെ നന്നാവും, നേരെയാവും. അതെ, അതെ. എന്തായാലും ഇനിയെങ്കിലും ആൾക്കാര് അവർക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു മാനസിക സന്തോഷാണല്ലോ വേണ്ടത്. ഈ കമന്റ്സ് വായിച്ച് പണ്ടത്തെ ചേച്ചിയുടെ ഒരു സ്റ്റേജ് അല്ലല്ലോ ഇപ്പൊ. പണ്ടാണെങ്കിൽ ചേച്ചിക്ക് റിയാക്ട് ചെയ്യാം. ഇപ്പൊ ചേച്ചിക്ക് റിയാക്ട് ചെയ്യുന്നതിന് ചേച്ചിയുടെ പ്രഷറും ഒരു വേറെ ഇതുണ്ടല്ലോ, മെന്റൽ പ്രഷർ എന്നുള്ളത്. അപ്പൊ ഇനിയെങ്കിലും ആരും അത് ചെയ്യാതിരിക്കട്ടെ. ചേച്ചിക്ക് ഇനിയെങ്കിലും കുറച്ച് സമാധാനം കിട്ടട്ടെ എന്നുള്ളതാണ് അല്ലെ? ഇതിപ്പോ എന്നെ വിളിക്കേണ്ട രണ്ടാമത്തെ കോളാ ഇത്രേ വർഷത്തിനിടയ്ക്ക്. സുധി മരിച്ചിട്ട് ആണോ? ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ അപ്പം എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ ആ ഗ്രൂപ്പിലുണ്ടാന്ന് ഓ, വിളിച്ചു. ഓക്കെ, ഓക്കെ. അതിനുശേഷം വിളിക്കണ ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഞാനും വൈഫും കൂടി അങ്ങോട്ട് വിളിച്ചു. ഉം. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ ഇന്ന് വിളിച്ചത് വിളിച്ചു. ഇങ്ങോട്ട് വിളിച്ചു. ഓക്കെ. അല്ല നമുക്ക് ഒരാള് വിളിച്ച് ചേട്ടനെ വിളിച്ച സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ. പിന്നെ വിളിക്കണത് ആ, നമ്മുടെ കൂടപ്പുറപ്പും കൂടി ആകുമ്പോഴത്തേക്ക് അപ്പൊ അതെ. അത് അല്ല, എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വൈഫൊക്കെ ഇപ്പൊ എപ്പോഴും പറയും, നമുക്ക് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാളെ. പറയാൻ ഇപ്പൊ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എന്റെ അപ്പുറത്തെ മുറിയിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല, അല്ലെ? മോള് ഇവിടുന്ന് എന്റെ വീട്ടിൽ പോകുന്ന ഉറപ്പില്ല. ഉറപ്പില്ല. അപ്പൊ എന്താ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ലാസ്റ്റ് ദിവസം ഒന്ന് ചിന്തിച്ചിട്ട് പെരുമാറിക്കോ. അപ്പൊ നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ആ നല്ലത് ചെയ്യുമ്പോഴത്തേക്ക് അവരെ കൂടി പ്രാർത്ഥന കൊണ്ടിട്ട് നമുക്ക് ഒരു ദിവസം കൂടി കൂട്ടി കിട്ടും. അങ്ങനെ അതെ, അങ്ങനെ പോവാം. അതെ. ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് സുധി ചേട്ടനായിട്ട് അല്ലേ? ഒത്തിരി ഉം. ഒത്തിരി എന്ന് പറഞ്ഞാൽ 5 വർഷം ഒന്നിച്ച് ഞങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കണക്ഷൻ ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സലീമേട്ടനായിട്ടും അല്ലെ? നിങ്ങള് എനിക്ക് നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് നമുക്ക് എംപത്തൈസ് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം ഡെപ്ത് ഉണ്ട് എന്നുള്ളത്. നിങ്ങളൊക്കെ ഈ ഞങ്ങളൊക്കെ ന്യൂസ് പറയില്ല, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളൊക്കെ ക്യാരക്ടർ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ചിരി വരുമെന്ന്. ഇത് തന്നെ സലീമേട്ടനോട് ഞങ്ങൾക്കുള്ളത്. സലീമേട്ടനൊക്കെ ചെയ്തു വെച്ചേക്കണ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും നമുക്ക് പുലിവാൽ കല്യാണം അതൊക്കെ എടുത്ത് അത് കണ്ട് അഴിച്ചു വിട്ടേക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മള് സുധി നമ്മുടെ കൂട്ടുകാരൻ, സലീമേട്ടൻ സലീമേട്ടൻ. ഒരിക്കലും കൂട്ടുകാരനല്ല. അതെ, നമുക്കത് വേറെ റേഞ്ചിൽ നിൽക്കണം. നമ്മളെപ്പോ കണ്ടാലും ആ ചേട്ടാ ഇതിനുള്ള ആളാ, അല്ലാണ്ട് ചെന്നിട്ട് സലീമേട്ടാ ഇങ്ങനെ പിടിക്കണതല്ല. ചേട്ടാ ചേട്ടാ ഓക്കെ ചേട്ടാ, അതെ, അതെ, ഇതാണ് അതെ. ഇത്ര നമുക്ക് റെസ്പെക്റ്റും ഉണ്ട്. ഉം. ഇങ്ങനെയാണ്. ഈ രണ്ടുപേരും എനിക്ക് തോന്നുന്നു നമുക്ക് മരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാ രണ്ടുപേരുടെ. ഇപ്പോഴും ലൈവായിട്ട് പല എന്താ പറയാ, സലീമേട്ടന്റെ പല കട്ട്സ് ഇങ്ങനെ വരുമ്പോ അത് വേണ്ടിയിരുന്നില്ല. ചില മരണങ്ങൾ നമുക്ക് അങ്ങനെ തോന്നൂലേ, വേണ്ട അവരെ ഇനിയും നമുക്ക് അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഇനി അത് റിപ്ലേസ് ചെയ്യാൻ ആരുമില്ല. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അതെ, അത് നമുക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു ഉറപ്പായിട്ടും. ഇതാണ്. അതുപോലെ സലീമേട്ടന്റെ കലാകാരന്മാർ. ഒക്കെ ആ റേഞ്ചിലേക്ക് വന്നെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. അതെ, കലാകാരന്മാരുടെ ഒരു പ്രത്യേകതയാണ് അത്. അല്ല, സലീമേട്ടൻ ചെയ്ത എല്ലാ പടത്തിലും ഏത് ക്യാരക്ടർ എടുത്ത് നോക്കിയോ, ഉം. പുള്ളിയുടെ എൻട്രി തൊട്ടാൽ നമ്മൾ ചിരിയായിരിക്കും. അതെ. ആ പടം കൊണ്ടുപോകുന്നത് അവരാണ്. അതെ അതെ അതെ. ശരിക്കും ഈ പുലിവാൽ കല്യാണം ഒക്കെ കൊച്ചിൻ ഹനീഫ്ക്കയും സലീം കുമാർ ചേട്ടന്റെ അവര് ആ രണ്ടുപേരെ കോംബോ വന്നപ്പോഴത്തേക്ക് പടം വേറെ വേറെ ലെവലായി. ലെവലായി. അതെ. ബാക്കി അതിനകത്ത് പറയാനായിട്ട് അതെ, അരിശ്രേഷ്ഠന്റെ കുറച്ച് പരിപാടികളുള്ളൂ. ഉള്ളൂ. അതെ, അതെ, പക്ഷെ അതെ, അതെ. ഇവരെ രണ്ടുപേരും വരവോടുകൂടി പടം പടം വേറെ വേറെ. ലെവലിലേക്ക്. കല്യാണരാമൻ. കല്യാണരാമൻ. അതെ, സലീമേട്ടൻ, ആ ഇന്നസെന്റ് കല്യാണരാമനിലെ ഏട്ടൻ. കാര്യം പറഞ്ഞപ്പോഴാ, അതിനകത്ത് നമ്മള് ഒരു ചേച്ചി സലിംകുമാരേട്ടൻ തേങ്ങ ഉടക്കാനായിട്ട് പോകൂലേ, ആ, ആ ചേച്ചി ഇരുന്നില്ലേ. ആ. അപ്പൊ അത് പ്രശ്നമില്ല ജനങ്ങൾക്ക്. ഈ ശരിയാ. സ്കിറ്റിനകത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് വിഷയമാണ്. അത് നേരിട്ട് പറയാൻ പറ്റില്ല. ഒരു പീസ് വെള്ളത്തിൽ പോയത് ആ പറഞ്ഞ. അത് ബാക്ക് കാണിച്ചിട്ടാണല്ലോ നമ്മള് മനസ്സിലായി, മനസ്സിലായി, ഇതിലേതോ മനസ്സിലായി. കല്ലേതോ അങ്ങനത്തെ രീതിയിലാണല്ലോ. ഈ സ്കിറ്റിൽ കാണിക്കുമ്പോഴത്തേക്ക് അത് പ്രശ്നമാണ്. ശരിയാണ്. അതെ, അതെ, ഇപ്പൊ അതെ, അതെ. സിനിമ ഇറങ്ങിയിട്ട് ഒരു സിനിമയില് പടം തുടങ്ങിയപ്പോ തൊട്ട് +1 +2 പഠിക്കുന്ന പിള്ളേര് കഞ്ചാവ്, ബിയർ, ഉം. സിഗരറ്റ് ഉം. ത്രൂഔട്ട്. ഉം. അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ബോഡി ഷെയ്മിങ് ആണ് സമൂഹത്തെ പുതിയ തലമുറ ഇല്ലാണ്ടാക്കുന്നത്. അതാണോ ഇതാണോ? അല്ല, നമ്മൾ ഈ കുറെ കട്ട്സ് വരുന്ന സമയത്ത് ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ചെയ്ത ഒരു വിഷയമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പഴയ പാട്ടുകളിലെ ലിറിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഡബിൾ മീനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഈ പറഞ്ഞ കല്യാണരാമനിൽ തന്നെ കുറെ സീക്വൻസ് ഉണ്ട് ഡബിൾ മീനിങ് ജോക്സ് ഉള്ളത്. പക്ഷെ അതൊക്കെ അന്ന് നമ്മളൊരു എൻജോയ് ചെയ്തു. ടെന്നീസ് കാണണം. ആ, ടെന്നീസ് കാണണം. ആ. ലേഡീസ് ഇടുന്ന ഡ്രസ്സ് എങ്ങനത്തെയാ? ഷോർട്സും. ഒരു അത്ലറ്റിക്സ് ഉം. ഇടുന്ന ഡ്രസ്സ്. നമ്മൾ ആ ഒരു ഇതിലാ കാണുന്നത്. അല്ല, അല്ല, അല്ല. നമ്മൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇരുന്ന് കാണുന്നതാ. അതെ, ചുരിദാറിട്ട് ടെന്നീസ് കളിക്കാൻ അതാ പറ്റില്ലല്ലോ. പറഞ്ഞ. അതെ, അപ്പൊ അത് അതെ, പ്രശ്നമില്ല. അതെ. നീന്തൽ താരങ്ങള് സ്വിമ്മിങ് സ്യൂട്ട്. എന്തോരം ഷോർട്ട് ഡ്രസ് ഇട്ട് അവര് ചെയ്യണത്. അപ്പൊ അതൊന്നും അപ്പൊ ഇതെന്താണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ കാഴ്ചപ്പാട്. പ്രശ്നമാണ് കൂടുതല്. അതെ. കുറ്റം പറയാൻ വേണ്ടിയിട്ട് അതെ അതെ അതെ. ചിലവരങ്ങനെ കുറ്റം പറയാൻ കാഴ്ചപ്പാടിന്റെ വേണ്ടിയിട്ട്. പ്രശ്നങ്ങൾ കൂടുതല്. എല്ലാമെന്നല്ല പറയണത്, അതെ, അതെ, അതെ. കൂടുതലും.
ഈ കാഴ്ചപ്പാട് തന്നെ നമ്മൾ ഇൻഡസ്ട്രിയുടെ അകത്തും പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടായിരിക്കും. ഈ നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കാണുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് വർക്കൗട്ട് ആകുന്നത് ശരിക്കും ഇപ്പൊ ഈ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ അമ്മ സംഘടനയിലെ പ്രശ്നം പോലും ഈ ഞാൻ ആലോചിച്ചിരിക്കുക എന്താ ചോദിക്കാത്തതെന്ന്. അതെന്താ ചേട്ടാ? അല്ല, അത് ഞാൻ സത്യം പറഞ്ഞത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായില്ല. അത് കണക്ട് ചെയ്ത് വന്നപ്പോ ഞാൻ ചോദിച്ചു എന്നുള്ളൂ. ഇപ്പൊ ചേട്ടൻ പണ്ട് ഹേമ കമ്മിറ്റീനെ പറ്റിയും ചേട്ടൻ ഒരു നിലപാട് പറഞ്ഞു. അല്ല, ഞാനത് ഹേമ കമ്മിറ്റിയിൽ എന്റെ പേരുന്നാലും അല്ല, ചേട്ടന്റെ ഒരു നിലപാട് ചേട്ടൻ നിലപാട് ഏത് കാര്യത്തിലും ഞാൻ പറയും ഉണ്ട്. അതെ അതെ. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ചോദിക്കണം, ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നോണ്ട് ഞാൻ ഇല്ല, ചോദിച്ചതാണ്. ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ നിലപാടല്ലേ പറയണത്. അല്ല, ഇത് നിങ്ങളെ ആർട്ടിസ്റ്റുകളുടെ ഇടയിലെ പൊളിറ്റിക്സ് പലപ്പോഴും അത് ഓഡിയൻസ് കൺസീവ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് അതിന്റെയും ഒരു ഇത്. പക്ഷെ അല്ല, കാഴ്ചപ്പാടുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓഡിയൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസിനാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അതെ, നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് ഓഡിയൻസിനെ. ഓഡിയൻസിനാണ്. അപ്പൊ അവർക്ക് ഏത് രീതിയിൽ വേണം അതാ നമ്മൾ കൊടുത്തോണ്ടിരിക്കേണ്ടത്. അതെ, മനസ്സിലായോ? നമ്മള് ഒരു സ്കൂളിൽ കണക്ക് പഠിക്കുന്ന അധ്യാപകൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകന്റേത് വേണ്ടത് നമുക്ക് കണക്കാണ്. അത് അധ്യാപകൻ എങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുള്ളത് വേണം. അത്രയും കുട്ടികൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേ. അവിടെ കൊണ്ട് അധ്യാപകൻ വന്നിട്ട് കെമിസ്ട്രി പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാനുള്ള, മീഡിയനെ കുറ്റം പറയാനുള്ള ഞാൻ. ഇവർക്ക് ആർക്കും ചിലപ്പോൾ ഇതുപോലെ ഫീൽ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഫീലിംഗാ. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ സാധാരണ ഒരു ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. സാധാരണക്കാർ എവിടെയുണ്ട് അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. ഒരു ഫുട്ബോൾ ടൂറിനുണ്ട് അവിടെ ഞാൻ പോകും. ക്രിക്കറ്റ് ടൂറിനുണ്ട് അവിടെ ഉണ്ടാവും. ഇന്ന് ഞാൻ ചൂണ്ടിടാൻ പോയിട്ടാ വന്നത്. അത് തേവര പാലത്തിന്റെ മുകളിൽ വേറെ കുറച്ച് ചേട്ടന്മാരുടെ ചൂണ്ടക്കാര്, അവരുടെ കൂടെ ഞാൻ പറഞ്ഞു. ഈ സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ കാരണം വീട്ടിൽ ഇത് കഴിഞ്ഞാൽ എന്ത് ആൾക്കാർ കണ്ടു ഇങ്ങനെ കാണിച്ചാൽ അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഒരാളായിട്ട് ഇങ്ങനെ നടക്കുന്നവർക്ക് പ്രശ്നങ്ങളാ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടോ? ആണോ? അല്ല, ഞാൻ സെലിബ്രിറ്റി ആന്നേ എനിക്ക് തോന്നരുത്, നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ സെലിബ്രിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മിണ്ടാൻ പോലും നിൽക്കൂല ഇങ്ങടുത്ത്. ഞാൻ സെലിബ്രിറ്റി അല്ലേ? ഓക്കെ. നമ്മളുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ സെലിബ്രിറ്റി ആവരുത്. നമ്മൾ സാധാരണ മനുഷ്യൻ. ബാക്കി സെലിബ്രിറ്റി എന്നുള്ള സാധനം ഉള്ളിട്ട് കയറി കഴിയുമ്പോഴാണ് ഇതുപോലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ചേട്ടനിപ്പം ഈ അമ്മ സംഘടനയിൽ ഉണ്ടല്ലോ. ഇപ്പൊ ടിനി ടോം ചേട്ടന്റെ ഒരു അടുത്ത സുഹൃത്താണ് അല്ലെ? നിങ്ങൾ ഒത്തിരി ഷോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ചേട്ടനായിട്ടിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഈ ഇഷ്യൂവിനെ പറ്റി ചേട്ടന്റെ ഒരു നിലപാട് സംഘടനയിൽ ബോധിപ്പിക്കുക ചെയ്തിരുന്നു? ഈ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, സംസാരിച്ചിട്ടോ? ഇല്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. സംസാരിക്കുവാണെങ്കിൽ ചേട്ടന്റെ ഒരു ഇതെന്തായിരിക്കും പറയാ? അല്ല, അങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ, പുള്ളി എന്നല്ല ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞാൽ തെറ്റാണെന്ന് തന്നെ പറയാറുണ്ട്. അത് ആര് ചെയ്താലും. പക്ഷെ തെറ്റ് ചെയ്തിട്ടും തെളിയിക്കാത്തത് വരെ ആളെ കുറ്റപ്പെടുത്താൻ പറ്റൂല, നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അതാണ് പ്രശ്നം. കാരണം തെറ്റ് ചെയ്തോ ഇല്ലെന്ന് നമുക്ക് വ്യക്തമല്ല. ചെയ്തിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. ഇത് രണ്ടിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണെങ്കിൽ അത് ചോദിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും എനിക്കറിയാം. എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുണ്ട്. ആ രീതിയിൽ ഞാൻ പറയുകയും ചെയ്യും. ഇതിപ്പോ നമ്മളൊന്നും കൺഫേം അല്ലല്ലോ ഇതൊന്നും. ഓപ്പോസിറ്റ് പറഞ്ഞേക്കുന്ന ആള് പറഞ്ഞു, ഇവിടുന്ന് ഇല്ലെന്നും പറഞ്ഞു. ഇത് കറക്റ്റ് ഏതെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അതാണ് സത്യാവസ്ഥ പുറത്തു വരാത്തടത്തോളം നമുക്ക് അതില് കൂടുതൽ അഭിപ്രായം ഇപ്പൊ അതിന്റെ അല്ലെ അതിന് ബാക്കി കാര്യങ്ങൾ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാന്ന് തോന്നുന്നു അല്ലെ? ഡിസ്കഷൻസും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ലീഗലി മൂവ് ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെ. ശരിക്കും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടോ? ആർട്ടിസ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പുറത്ത് നമ്മൾ പറയൂ ഇങ്ങനെ ആളുകളുടെ ഇടയിലുള്ള ഒരാളെ ഗ്രോത്തിൽ അസൂയപ്പെടുക അങ്ങനെയൊക്കെ? ഞാനും ജാക്കിച്ചാനും തമ്മിൽ വിഷയമുണ്ട്. ജാക്കിച്ചാനും ഞാനും വിക്രവും ഞാനും തമ്മിൽ പ്രശ്നമുണ്ട്. പൊളിറ്റിക്സ് ആണ്. കാരണം എനിക്ക് വരേണ്ട കുറെ ക്യാരക്ടർ വിക്രം കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ മോളെ ഇതിനകത്ത് എന്താണെന്നറിയാമോ? നമ്മൾ എന്ത് സെലിബ്രിറ്റി ആയാലും എന്താണെങ്കിലും ഓഡിയൻസ് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പൊ അവരെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അവര് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമന്റ് അംഗീകരിച്ചിട്ട് നാളെ അത് ചെയ്യാതെ നോക്കുക. അല്ലാതെ ആ കമന്റ് ചെയ്തവനെ വിളിച്ചിട്ട് ചീത്ത പറയാനോ അതിനിടയിൽ കയറി സംസാരിക്കാനോ ചെയ്തത് മോശമായിപ്പോയി കേസ് കൊടുക്കാനോ ഒന്നും നിന്നിട്ട് കാര്യമില്ല. ഓഡിയൻസ് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ.
ഓക്കെ, ഞാൻ ഇപ്പൊ വിക്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്നോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പൊളിറ്റിക്സ് കാണിക്കാൻ പറ്റൂ? അതെന്താ? ഞാൻ ആരുടെ കഥാപാത്രം തട്ടിയെടുക്കാനാ? എന്നാലും ഇല്ല, അങ്ങനെ ഉണ്ടാവൂല. പക്ഷെ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥാനമാനങ്ങൾക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. ഉണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉം. അല്ലാണ്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കഥാപാത്രം എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അവനെ തട്ടിക്കളയാന്നുള്ള രീതിയൊന്നും ഇല്ല കേട്ടോ. ആ, ഈ സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നണത്. അതെ. ഇപ്പം നമുക്ക് വരേണ്ട ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് വരേണ്ട ഓപ്പർച്യൂണിറ്റി എന്താണെങ്കിലും നമുക്ക് വരും, അങ്ങനെ വിശ്വസിക്കണ ഒരാളാണ്. എന്താണെങ്കിലും വരും, നമ്മൾ നല്ലൊരു പേയ്മെന്റ് പറഞ്ഞ് അത് പോവുകയും ചെയ്യും. ഞാൻ എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും, ചെറിയ പടം ചേട്ടാ വിളിക്കുമ്പോ, ചേട്ടാ ഇതൊരു കുഞ്ഞു പടോട്ടാന്ന് പറയും. ആ, ചിലപ്പോ ജാക്കിച്ചാനെ നായകനാക്കി വെക്കുന്ന പടത്തിൽ നിന്ന് വിളിച്ചാലും എന്നെ വിളിക്കുമ്പോൾ പറയും ചെറിയ പടോട്ടാ, ലോ ബഡ്ജറ്റാ, അങ്ങനെ പറയൂ. ഓ, അങ്ങനെയുണ്ട്. ആ, എല്ലാവരും അല്ല, ചെറിയ മനസ്സിലായി പടത്തിന്റെ ആൾക്കാർ. മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമ്മള് പേയ്മെന്റ് പറയുമ്പോ അത് അവർക്ക് പേയ്മെന്റ് ഞാൻ പറയൊന്നുമില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ പറ, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ എനിക്ക് തരാമെന്നല്ലേ തരുള്ളൂ. അപ്പൊ നിങ്ങൾ പറ. അങ്ങനെ വർക്ക് ചെയ്യാൻ ചേട്ടന് ഓക്കെ? എല്ലാവരോടും ഞാൻ അങ്ങനെ പറഞ്ഞേക്കണത്, എല്ലാവരോടും അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മളെ വർക്കിന് നമ്മളൊരു വാല്യൂ ഇടണം എന്നല്ല ശരിക്കും പറയുമ്പോ. നമുക്ക് നമ്മളെ ഒരു വാല്യൂ, അല്ലെങ്കിൽ നമ്മളെ എല്ലാരും പറയുന്ന വാല്യൂവിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ട വരും. അങ്ങനെയൊക്കെ ഞാൻ വന്നപ്പോ തൊട്ട് വാല്യൂ ഇട്ടായിരുന്നു, എനിക്ക് എവിടെയെങ്കിലും 10 സെന്റ് സ്ഥലം മേടിക്കായിരുന്നു. അങ്ങനെ അപ്പോഴും ഞാൻ പറഞ്ഞ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എത്ര ചോദിച്ചാലും നിങ്ങൾ എനിക്ക് തരാനൊരു പ്ലാൻ ഉണ്ട്, അതേ തരുള്ളൂ. അതെ അതെ, അതിൽ കൂടുതൽ എന്തായാലും നമ്മൾ ചോദിച്ചാലും തരില്ല. പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ടായില്ല, നമ്മൾ പറഞ്ഞിട്ട് കുറഞ്ഞു പോയാലെന്നുള്ള വിഷയം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി എറിഞ്ഞു കൊടുത്തതാണ്. ഓക്കെ. ഇപ്പൊ ഇത്രയും നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞും സ്കിറ്റുകൾ ചെയ്തതും തമാശിച്ച് നല്ല തമാശയിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന ഷാജു ചേട്ടൻ ബിഗ് ബോസിൽ പോയത് എനിക്കൊരു ഞെട്ടിക്കുന്ന ന്യൂസ് ആയിരുന്നു. ബിഗ് ബോസ് സീസൺ 2 ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ. അപ്പൊ ഞാൻ വിചാരിച്ച ചേട്ടനെ പോലുള്ളവരൊക്കെ ബിഗ് ബോസിൽ പോയാ ഈ നമ്മൾ ചിരിച്ച ഇതിലാണല്ലോ ചേട്ടനെയൊക്കെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്റെ ടർറ് നിങ്ങൾ കാണാഞ്ഞിട്ടാ. അത് കണ്ട ഒരാൾ കൂടെ ഉണ്ട്. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ബിഗ് ബോസ് അതിന് മുമ്പ് കണ്ടിട്ടില്ല. ഒരു സീസൺ 1 ഒരു ഇതിലും കണ്ടിട്ടില്ല. ബാക്കി വന്നവരെല്ലാവരും അതിന്റെ ഹിന്ദി, തമിഴ്, മലയാളം ഒക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് ഓരോ ടാസ്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു പരസ്പരം ഇത് മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക്. അപ്പൊ ഞാൻ ഇവരൊക്കെ കഴിഞ്ഞ വർഷം ഇതിൽ പങ്കെടുത്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അവിടെ നടന്ന അടിയില് ഒരു 90% ഞാൻ കാരണോ. അതിന്റെ കമന്റ്സിലുണ്ട്. ഒരു കമന്റ് ഞാൻ കണ്ടതെന്നറിയോ, ബിഗ് ബോസ് കണ്ടപ്പോ ഷാജു ചേട്ടനോട് പോയ ദേഷ്യം പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയ സിനിമ കണ്ടപ്പോഴാ തിരിച്ചു വന്ന സ്നേഹം തിരിച്ചു വന്നു. അല്ലാതെ എന്താ പറയുമോ, ഇവരെല്ലാവരും ഞാൻ പറയും എന്റെ റൂട്ട് ഇത് ഗെയിമാണ്, ഞാൻ എന്റെ റൂട്ടിൽ പോകും. അപ്പൊ അവർ എന്റെ കൂടെ കുറെ പേരുണ്ടായിരുന്നു അന്നേരം, ഒരു ടീം വർക്കായിട്ട്. ഞാൻ ആരെന്ത് കാണിച്ചാലും ഞാൻ എന്റെ സമയം നോക്കി പോട്ടാന്ന് പറഞ്ഞു. അവിടെ നടന്ന പല അടിക്കും തിരുവോളത്തിയേക്കണ ഞാനാ. പക്ഷെ ഞാൻ ഫ്രെയിമേ വരൂല. ഞാൻ ഇപ്പഴിത് പറയണെന്താ അറിയാമോ, അന്ന് ഇതുപോലെ ഞങ്ങളൊരു സ്വർണ്ണഖനിയിൽ കയറണം, സ്വർണ്ണം എടുക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ചാടി കഴിഞ്ഞപ്പോ വീണ ഒരു ക്യൂബ് ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റ ചവിട്ട് വന്നപ്പോ ക്യൂബ് വന്നെന്റെ ഇവിടെ കൊണ്ട് ഞാൻ അതുമായിട്ട് വീണു. കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വേദന എടുക്കുന്നു. ഞാൻ സ്വർണ്ണം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചു കഴിഞ്ഞപ്പോ ഇത് ടാസ്ക് എന്ന് പറഞ്ഞാൽ രാവും പകലും 2 ദിവസമായിട്ടേ ഇത് സൂക്ഷിച്ചോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇതില്ലെങ്കിൽ പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കാലിൽ ഇവിടെ ചെറുതായിട്ടൊരു കുത്ത കൊണ്ടുള്ളൂ. ഞാനവിടെ ക്യാമറ ബിഗ് ബോസ് എനിക്ക് ആശുപത്രി പോകണമെന്ന് നേരെ ആശുപത്രി പോയി. അവിടെ നിന്ന് പറഞ്ഞു ഡോക്ടർ ഒരു കുഴപ്പമില്ല, അവിടെ അല്ല ഡോക്ടർ ഇപ്പുറത്ത്. അപ്പൊ ഇവിടെ കുത്തി നോക്കി ഞാൻ അത് തന്നെയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇച്ചിരി നേരെ പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ കാല് വലിച്ചു വെച്ചിട്ട് ഇറങ്ങിയേ. വീണ്ടും ബിഗ് ബോസ് എനിക്ക് വയ്യ തീരെ കിടക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തീരുമാനിച്ചു സായിച്ചേട്ടന് വയ്യാത്ത, സായിച്ചേട്ടന്റെ സ്വർണ്ണം ആരും എടുക്കരുതെന്ന്. ഇത് കട്ടെടുക്കാത്. ഞാൻ സുഖമായിട്ട് പോയി കിടന്ന് AC കിടന്ന് ഉറങ്ങണ, ബാക്കിയൊക്കെ ഇതും കെട്ടിപ്പിടിച്ചാ പുറത്തിരിക്കേ. അപ്പൊ ശരിക്കും ഗെയിമർ ഷാജു ചേട്ടനായിരുന്നു. ഇതുപോലെ തന്നെ ഫുക്രു, അവനിപ്പോ കേക്കണ്ടാവും. ഫുക്രു മറ്റേ എലീന വന്നിട്ട് എന്റെ മിഫി എന്തോ ഞങ്ങളൊക്കെ കപ്പ് കേക്ക് എന്ന് പറഞ്ഞു. ഇത് കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചപ്പാത്തി ഇവിടെ ഇരിപ്പില്ലേ, എനിക്ക് അവരുടെ ചപ്പാത്തി തൊളിച്ചു നോക്കാൻ പാടില്ലെന്ന് വെച്ച് ചപ്പാത്തി വിളിച്ച് കുറച്ച് കഴിയുമ്പോ രാത്രിയായപ്പോ ഇടിയായി ചപ്പാത്തി വെച്ചെന്നും പറഞ്ഞു. അത് ഞാനാ. ഒരു ദിവസം എന്നെ ജയിലിൽ കയറ്റാൻ നോക്കി. എല്ലാരും ഫുൾ പ്ലാനിങ്. ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കുശു 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 എന്ന് പറഞ്ഞ് എല്ലാരും പറയാം PS അകത്താക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് PS പേര് കിട്ടിയത്, PS ആക്കി. അപ്പൊ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എനിക്ക് അത്യാവശ്യമായിട്ട് ബിഗ് ബോസിനെ കാണണമെന്ന് പറഞ്ഞു. ചെന്ന് എനിക്ക് എന്റെ നേരത്തെ സർജറി ചെയ്തൊരു അസുഖമുണ്ട്, അപ്പൊ അതൊന്ന്
അങ്ങനെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഇതില്ലേ ആ, സമയം കഴിഞ്ഞു, ആ. പിന്നെ ഓ, ജയിൽ നോമിനേഷൻ നോമിനേഷന്റെ കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ആ, ഞാൻ തിരിച്ചു വന്നു. ആ, ഞാൻ ആ ബാത്റൂമിൽ ടൈലുണ്ട്, കുഞ്ഞ് ടൈല്. ആ, ഞാൻ ആ ടൈല് എണ്ണണം, 75 ടൈല് ഞാൻ എണ്ണി. എന്നിട്ട് അവിടെ ബാത്റൂമിൽ പൊട്ട കൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ആ. ആ 10 ദിവസം ഗ്യാപ്പ് ഇട്ട് പൊട്ടെടുത്ത് എന്നെ കൂടെ ഒട്ടിക്കട്ട് ടൈലില്. ചേട്ടാ, ഇതൊന്നും എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആ സീസൺ കണ്ടോണ്ടിരുന്ന ആളല്ലേ. ഇതൊക്കെ ഞെട്ടിക്കുന്ന ന്യൂസാ. പ്രേക്ഷകര് കേൾക്കുമ്പോ വിചാരിക്കും അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സീസൺ അല്ലേ കൊറോണ സമയം, കൊറോണ ആ കൊറോണ വന്നിട്ട് വന്നപ്പോ നിർത്തിയത്. നിർത്തിയത്. ചെലപ്പോ അതിൽ ചേട്ടന്റെ ഈ മൈൻഡ് ഗെയിം കൊണ്ട് ചേട്ടനായിരുന്നു വിന്നർ ആവണ്ട. ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ? ഞാൻ അടുത്ത ആഴ്ച ഒരാളോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ കളയൂട്ടാന്ന് പറഞ്ഞു. ആ. എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. ഉം. അടുത്ത ആഴ്ച കളയും. പക്ഷെ ആ ആഴ്ചയിൽ നിന്നുപോയി. ആ, അത് നിന്നുപോയി. അപ്പൊ ചെലപ്പോ അല്ല, ഇതൊക്കെ നമ്മളൊരു ഗെയിം കളിക്കാനാ പോയത്. അതെ 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 അതെ. അവിടെ നമ്മള് സ്നേഹവും കാര്യവും എല്ലാം ഉണ്ട്. ഉം. പക്ഷെ നമ്മുടെ ഗെയിമിലേക്ക് ഇറങ്ങി ഇപ്പൊ റൊണാൾഡോയും മെസ്സിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അവര്. അതെ, പക്ഷെ ഗെയിമിൽ ഗെയിമിൽ വരുമ്പോ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ഓപ്പോസിറ്റ് കളിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗൾ ചെയ്ത് റെഡ് കാർഡ് കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. പക്ഷെ ഈ സാധാരണ ജീവിതം ജീവിക്കുന്ന നമ്മളൊരു സാധാരണക്കാരനെ പോലത്തെ ഒരാള് എങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര അതിലേക്ക് പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം? എനിക്ക് ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ, ശരിയാ ചേട്ടൻ ഫുട്ബോൾ, ആ. ക്രിക്കറ്റ്, സ്പോർട്സിലൊക്കെ ഭയങ്കര. പിന്നെ ഇവിടെ ചീട്ട് കളി, ഗെയിം, മൊബൈലിലും ഫുൾ ടൈം ഗെയിം കളിയാ, ബാത്റൂമിൽ പോയാലും ഗെയിം കളിയാ. ആ, 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 അപ്പൊ അത് കാരണം എനിക്ക് ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റാ. ആ, അത് ഞാൻ ചത്താണെങ്കിലും ജയിക്കും. ഏ. അപ്പൊ അത് അവരെന്നെ ആദ്യം ഞാൻ ചെയ്ത് എന്നെ നോമിനേറ്റ് ചെയ്യരുത്. അതിനാണ് അടുക്കളയിൽ കിടന്ന് എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവര് കഴിച്ച പാത്രം കൊണ്ട് ഞാൻ കഴിച്ചു തരാൻ വേറെ കൊണ്ട് കഴിച്ചു. ആരും എന്നെ നോമിനേറ്റ് ചെയ്തില്ല. അപ്പൊ ആദ്യത്തെ ആ ഒരു 3-4 ആഴ്ച അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോ എന്നെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ക്യാപ്റ്റൻ ആകാൻ തുടങ്ങി. അടുത്ത 5 ആഴ്ച അടുപ്പിച്ച് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ലാലേട്ടൻ എനിക്ക് ജ്യൂസ് കൊണ്ടുവന്നു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല, ഇത് കുടിക്കില്ല എന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ചോരയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റ വലിക്ക് കുടിക്കൂന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഇവര് 5 പ്രാവശ്യം ക്യാപ്റ്റനായി കൊണ്ടു തന്ന. ആദ്യത്തെ പ്രാവശ്യം സ്ഥാനമാനങ്ങൾക്ക് കയറി നിന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് എന്നത് 1ാം സ്ഥാനം, 2ാം സ്ഥാനം. ഞാൻ അവിടെ പോയി നിന്നു. പക്ഷെ അടുത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1ാം സ്ഥാനത്ത് കയറി നിന്നു. അതിന് ഭയങ്കര പിടുത്തമായിരുന്നു എല്ലാവരും. ഞാൻ പറഞ്ഞ ഞാൻ ഇതുവരെ ജയിലിൽ കിടന്നിട്ടില്ല. ബാക്കി എല്ലാവരും 2-3 പ്രാവശ്യമൊക്കെ കിടന്നു. എവളോ പണിട്ട് ഇതിൽ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനം എടുക്കുക. ചേട്ടൻ ഈ പോണേന് മുന്നേ ഇതൊക്കെ മൈൻഡിൽ പ്ലാൻ ഒന്നും അറിയില്ല. എന്റെ വൈഫിനോട് ചോദിച്ചു നോക്കൂ. പിന്നെ എങ്ങനെ ഇതിന്റെ അകത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഉറുദു വരെ കണ്ടിട്ട് വന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. ആ, ഇതല്ല ഒരു ടാസ്ക് വായിക്കുമ്പോ അപ്പറേ ഇങ്ങനെ ഇത് മറ്റേതാട്ടാ. അപ്പൊ ഞാൻ എന്റെ ഇടയിൽ പെട്ടു. ചിലപ്പോ ഇവര് ഇടയിൽ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത്, എന്റെ വിചാരേ ഇവര് ചാനലുകാർ ഇവർക്ക് അയച്ചു കൊടുത്തെന്ന് എന്റെ വിചാരം ടാസ്ക് ഒക്കെ. പക്ഷെ പിന്നീട് മനസ്സിലായി ഇതൊക്കെ കണ്ടിട്ട് വന്നതാണ്. ഓ, പക്ഷെ ആ സീസൺ കുറച്ച് ഇനി ഒരു സീസൺ വിളിച്ച ചേട്ടൻ പോവോ? ഞാൻ പോവും. ബിഗ് ബോസ് സീസൺ അടുത്ത 7 or 8 ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ അതെ. അതുകൊണ്ട് ഇനി ഒരു സീസൺ വന്നാൽ ചേട്ടൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്താലും അന്ന് എന്റെ കൂടെ ഓരോരുത്തർ എല്ലാവരും വീക്ക് പോയിന്റും കാര്യങ്ങളും എനിക്കറിയാം. ഓരോന്ന് ഓരോന്ന് ചിരിച്ചോണ്ട് തന്നെ ഡോറിന്റെ അടുത്തുകൊണ്ടാക്കിയാണ് എല്ലാവരും. ചേട്ടാ, അതാ പറഞ്ഞ ഞാൻ ഒരു പാഷാണം ഷാജി അല്ല അതിന്റെ അകത്ത് ചെന്നപ്പോ. അതില് വ്യത്യാസമുണ്ട്. അതേപോലെ ഒരു കമന്റ് വരെ വന്നു, ഓ അവിടെ ചെന്നപ്പോ ഇയാളെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെയും ചേട്ടൻ കോമഡി റോൾസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ചേട്ടനോട് സ്നേഹമായി. അല്ല, അത് നമ്മുടെ ഗെയിമാണത്. അതെ. ഇപ്പൊ നിങ്ങൾക്ക് അർജന്റീന ടീമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ മറ്റേ ടീം എല്ലാം നമ്മുടെ ശത്രുക്കളാ. ശരിയാ അല്ലേ? നമുക്ക് അർജന്റീന ജയിക്കണം. അതാണ് ശത്രുക്കള്. അതിപ്പോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മതി, പോർച്ചുഗലേ ജയിക്കുള്ളൂ. ചേട്ടന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, വേൾഡ് കപ്പിൽ ചേട്ടൻ ആരുടെ ഫാനാണ്? പക്ഷെ പോർച്ചുഗലില് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. കളിക്കാനില്ലെന്നാ? കളിക്കാൻ പറ്റില്ലല്ലോ. വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. അവര് 3 പേര് ബാറ്റ്സ്മാൻമാര് വയസ്സ് തികഞ്ഞിട്ടില്ല. അതാ ചേട്ടാ, എനിക്കറിയാം, ഞാൻ ഫുട്ബോൾ കളിച്ച്. ഇവര് ട്രോള് വരും ചേട്ടാ പ്ലീസ്. എന്റെ പൊന്നുമോളെ, ഫസ്റ്റ് കളി കഴിഞ്ഞ് പോർച്ചുഗലിന്റെ. അല്ല, അങ്ങനല്ല, അവര് കളിച്ചു. അതില് തോറ്റല്ലോ, റൊണാൾഡോ തോറ്റില്ലേ? റൊണാൾഡോ തോറ്റ്. എന്താ അറിയാമോ? പോർച്ചുഗൽ 1-1 ടൈ ബ്രേക്കറായി. പക്ഷെ റൊണാൾഡോ തോറ്റു. കാരണം ബാക്കി ഇപ്പൊ അർജന്റീന മെസ്സി കളിക്കുന്നത് ചിലപ്പോ ബ്രസീലായിട്ടായിരിക്കും, നെയ്മർ കളിക്കുന്നത് ചിലപ്പോ പോർച്ചുഗൽ ഇവരായിട്ടായിരിക്കും, മെക്സിക്കോ ആയിട്ടായിരിക്കും കളിക്കുന്നത്. പക്ഷെ റൊണാൾഡോ കളിക്കുന്ന സ്വന്തം ടീമായിട്ടാണ് കളിക്കണം, മത്സരിക്കുന്നത്. ആരും ബോൾ കൊടുക്കണില്ല. റൊണാൾഡോ ഒരേ സമയം കളിക്കണത് എത്ര പേരായിട്ടെന്ന് അറിയാമോ? മനസ്സിലായി. അവരുടെ ടീം പോലും ഒരു യൂണിറ്റി ഇല്ല.
അല്ലേ? 21 പേരായിട്ട് മത്സരിക്കണത്. ഒരു ടീമിൽ കളിക്കുന്നത് മെസ്സിക്ക് 11 പേരെ കട്ട് ചെയ്ത് ഗോൾ അടിച്ചാൽ മതി. മനസ്സിലായി. ഇത് 21 പേരെ കട്ട് ചെയ്യണം. ചേട്ടനൊരു റൊണാൾഡോ ഫാൻ ആ ആണല്ലേ? ആ റൊണാൾഡോ ഉള്ളത് കൊണ്ടാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ഇഷ്ടപ്പെടുന്നത്. റൊണാൾഡോ ഇല്ലായിരുന്നെങ്കിൽ ബാക്കി ഉടനൊക്കെ ആരാ അറിയാം. പക്ഷെ റൊണാൾഡോന്റെ പേരിലാണ് ആ ടീമും ആ രാജ്യവും അറിയപ്പെടുന്നത്.